എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല വിളഞ്ഞ മാങ്ങ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി വിളഞ്ഞ 3 മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം തൊലിയോടുകൂടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ, അപ്പം നല്ലതുപോലെ വിളഞ്ഞ മാങ്ങ വേണം ഇതിനു വേണ്ടി എടുക്കാൻ. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ സ്ക്വയർ പീസസ് ആയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ മാങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 പച്ചമുളകും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം. എരിവിന് വേണ്ടി ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കത്തില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി മാങ്ങ വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് മാങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നീട് കുറച്ച് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വിളഞ്ഞ മാങ്ങ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ ഇതൊന്ന് ചെയ്ത് നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.